നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊഴിഞ്ഞാമ്പാറയിലെ വിമതരെ അനുനയിപ്പിക്കാൻ ശ്രമമാരംഭിച്ച CPM. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിമതരെ അനുനയിപ്പിക്കാൻ ശ്രമമാരംഭിച്ച CPM ജില്ലാ നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമതരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. CPM ജില്ലാ നേതൃത്വം നേരിട്ട് വിമത നേതാക്കളുമായി ഒന്നിലധികം ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ചാൽ ഒപ്പം നിൽക്കാമെന്ന നിലപാടിലാണ് വിമതർ. ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വിമത കൺവെൻഷൻ വിളിച്ചും DYFI നേതൃസംഗമങ്ങൾ വിളിച്ചും വിമതർ ശക്തി തെളിയിക്കുന്നതിനിടെയാണ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. ട്യൂഷൻ ക്ലാസ്സിന് ശേഷം ബന്ധുവീട്ടിൽ പുസ്തകമെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പാലക്കാട് വല്ലപ്പുഴയിൽ 15-കാരിയെ കാണാനില്ലെന്ന് പരാതി. വല്ലപ്പുഴ സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷെഹ്ന ഷെറിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. രാവിലെ ട്യൂഷനിൽ നിന്നിറങ്ങിയ കുട്ടി ട്യൂഷൻ ക്ലാസ്സിന് ശേഷം ബന്ധുവീട്ടിൽ പുസ്തകമെടുക്കാൻ പോവുകയാണെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞു. അതിനുശേഷം വസ്ത്രം മാറിയതിനു ശേഷമാണ് പോയതെന്ന് കൂട്ടുകാരികൾ മൊഴി നൽകിയിട്ടുണ്ട്. 9 മണിയോടെയാണ് സംഭവം. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ആത്മഹത്യാ ശ്രമം. ജീവനൊടുക്കാൻ ശ്രമിച്ചത് 9 വർഷമായി സമരം ചെയ്യുന്ന ജെയിംസ്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ആത്മഹത്യാ ശ്രമം. കളക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ 9 വർഷമായി ഭൂമി പ്രശ്നത്തിൽ സമരം നടത്തുന്ന ജെയിംസ് കാഞ്ഞിരത്തിനാൽ ആണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. മുസ്ലിം ലീഗ് നടത്തിയ സമരത്തിനിടെ ഇദ്ദേഹത്തിന്റെ സമരപ്പന്തലിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. പോലീസും പ്രവർത്തകരും ഇടപെട്ട് രംഗം ശാന്തമാക്കി. സമരപ്പന്തൽ പുനഃസ്ഥാപിച്ചു നൽകി. വനംവകുപ്പ് അന്യായമായി തട്ടിയെടുത്ത 12 ഏക്കർ ഭൂമി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം സമരം ചെയ്യുന്നത്. 2015 ഓഗസ്റ്റ് 15 മുതലാണ് കളക്ടറേറ്റിന് മുന്നിൽ കുടുംബം സമരം തുടങ്ങിയത്. കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരി റോഡിലുള്ള P. അസീസ് എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിലെ പണിതീരാത്ത ഹാളിനുള്ളിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോളേജുടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് സംശയിക്കുന്നത്. കോളേജിൽ ഉടമയുടെ മൊബൈൽ ഫോണും കാറും കണ്ടെത്തിയതിനാലാണ് മൃതദേഹം അബ്ദുൾ അസീസിന്റെ തന്നെയെന്ന് പോലീസ് സംശയിക്കുന്നത്. സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. കോളേജ് ഉടമയായ അസീസിന് കടബാധ്യതയുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. കടം വാങ്ങിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ ബഹളമുണ്ടാക്കിയിരുന്നതായി ആളുകൾ പറയുന്നു. ഇന്നലെ കോളേജ് പരിസരത്ത് അസീസിനെ കണ്ടിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാനാകുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനം നടത്തിക്കൊടുത്തത് CPM നേതാക്കൾ. ചടങ്ങിനെത്തിയവരിൽ PP ദിവ്യയും. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനം നടത്തിക്കൊടുത്തത് CPM നേതാക്കൾ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P. ജയരാജൻ എന്നിവരാണ് കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിനെത്തിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും ചടങ്ങിനെത്തി. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസ് 1-ാം പ്രതി ശ്രീജിത്തിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് നേതാക്കൾ എത്തിയത്. 2008 മാർച്ച് 5-നാണ് വടക്കുംപാട് വെച്ച് BJP പ്രവർത്തകനായ നിഖിലിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് 1-ാം പ്രതിയായ ശ്രീജിത്ത്. TP കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയും ചടങ്ങിനെത്തി.